ഹായ് കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവർക്കും നമസ്കാരമുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കാണാറുണ്ടോ? എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഖത്തറിലെ ജോബ് റിലേറ്റഡ് വീഡിയോസാണ് ഇടുന്നത് കേട്ടോ. ഒത്തിരി ജോബിൻ്റെ വേക്കൻസീസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഹമദിലേക്കുള്ളത്, സിദ്രയിലേക്കുള്ളത്, അതുപോലെ തന്നെ പ്രൈവറ്റ് ക്ലിനിക്കിലേക്കുള്ളത്, ഫാർമസിസ്റ്റിൻ്റെ വേക്കൻസി, നേഴ്സസിൻ്റെ വേക്കൻസി, ഫിസിയോതെറാപ്പിസ്റ്റ്, ലാബ് ടെക്നോളജിസ്റ്റ്, അങ്ങനെ ഒത്തിരി വേക്കൻസീസ്, മെഡിക്കൽ ബില്ലറിൻ്റെ വേക്കൻസി, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ്റെ വേക്കൻസി, ഇതൊക്കെ പബ്ലിഷ് ചെയ്തത് ഞാൻ കണ്ട ഇൻഫർമേഷൻ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഖത്തറിൽ ജോലി അന്വേഷിക്കുന്നവരൊക്കെ എൻ്റെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ആരെങ്കിലുമൊക്കെ ജോലി അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്നലെയൊക്കെ ഞാൻ നേഴ്സസിൻ്റെ വേക്കൻസി ഇട്ടിട്ടുണ്ടായിരുന്നു. പബ്ലിഷ് ചെയ്തത് അവരെ റിക്രൂട്ട് ചെയ്യുന്നത് ജസീന ഹ്യൂമൻ റിസോഴ്സാണ്. ഹമദിലേക്കാണ് നേഴ്സസിൻ്റെ വേക്കൻസി, പീഡിയാട്രിക്, എമർജൻസി, അതുപോലെ തന്നെ ICU, CCU അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്, അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എല്ലാവരും വേക്കൻസി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഒരു വേക്കൻസി ഇട്ടിട്ടുണ്ടായിരുന്നു L&Dയിലേക്ക്, ലേബർ ആൻഡ് ഡെലിവറി, മിഡ് വൈഫിൻ്റെ. ബാച്ചിലർ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നത്. ബാച്ചിലർ ഡിഗ്രി ഇൻ നഴ്സിംഗ് പ്ലസ് 3 years എക്സ്പീരിയൻസ്, QCHPയുടെ ലൈസൻസ് എടുക്കാനുള്ള എലിജിബിലിറ്റി ഒക്കെ വേണം. അതായത് പ്രോമാട്രിക്കും ഡാറ്റാ ഫ്ലോയും എല്ലാം കംപ്ലീറ്റ് ആകണം. അപ്പം കിട്ടിയാൽ വളരെ ലക്കിയാണ്. നല്ല സാലറിയാണല്ലോ ഹമദ് ഹോസ്പിറ്റലിൽ. കൂടാതെ അവരെല്ലാ ഫെസിലിറ്റീസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹമദിലൊക്കെ. ഹമദിലൊക്കെ ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലക്കാണ്. നല്ല അടിപൊളിയാണ്, സാലറിയാണ്, നല്ല ഫെസിലിറ്റീസാണ്, എല്ലാ സപ്പോർട്ടും അവർ ചെയ്യും. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെയൊക്കെ വേക്കൻസി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പ്രൈവറ്റ് ക്ലിനിക്കിലേക്കൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഖത്തറിൽ ജോലി നോക്കുന്നവരൊക്കെ പിന്നെ എൻ്റെ വീഡിയോ കാണണം. പിന്നെ അതുപോലെ തന്നെ കൂട്ടുകാർ ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം കേട്ടോ. പിന്നെ വേറെ പറയാനായിട്ടുള്ളത്, ഇന്ന് റേഡിയോളജിസ്റ്റിൻ്റെ വേക്കൻസി കണ്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് റെയ്ഹാൻ മെഡിക്കൽ സെൻറ്ററിലേക്ക് അവർ റേഡിയോളജിസ്റ്റിൻ്റെ വേക്കൻസി ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ബാച്ചിലർ ഡിഗ്രി ഇൻ റേഡിയോളജി പ്ലസ് 3 years എക്സ്പീരിയൻസ് ആണ്. ഡാറ്റ ഫ്ലോ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് QCHP ലൈസൻസ് ഒക്കെ എടുക്കാൻ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് റേഡിയോളജിസ്റ്റിൻ്റെ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സിദ്ര ഹോസ്പിറ്റലിൽ സൂപ്പർവൈസർ ഇൻ സൂപ്പർവൈസർ ഇൻ മോളിക്കുലാർ ഇമേജിങ് അല്ലെങ്കിൽ ന്യൂക്ലിയർ മെഡിസിൻ, ഇതിന് സൂപ്പർവൈസർ പോസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനവർ ചോദിച്ചിരിക്കുന്നത് ബാച്ചിലർ ഇൻ റേഡിയോളജി അല്ലെങ്കിൽ ന്യൂക്ലിയർ മെഡിസിന് പ്ലസ് 5 years എക്സ്പീരിയൻസ് ആണ്. സൂപ്പർവൈസർ പോസ്റ്റ് ആയതുകൊണ്ട് അതിൽ 2 years സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ്, ഇതാണ് അവർ ചോദിക്കുന്നത്. പിന്നെ QCHP ലൈസൻസ് എടുക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ടായിരിക്കണം. നാട്ടിൽ അവരുടെ ലൈസൻസൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്ലസ് QCHP ലൈസൻസ് എടുക്കാനുള്ള എലിജിബിലിറ്റിയും വേണം. അതാണ് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ആയിട്ട് റേഡിയോളജിസ്റ്റിന് അവർ ചോദിക്കുന്നത് കേട്ടോ. അപ്പം ഖത്തറിൽ ജോലി അന്വേഷിക്കുന്ന റേഡിയോളജിസ്റ്റിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കേട്ടോ. അപ്പോൾ അവരോടൊക്കെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ പറയാം. സിദ്രയൊക്കെ നല്ല അടിപൊളി ഹോസ്പിറ്റലാണ്. ഇതുപോലെ തന്നെ ഹമദ് പോലെ തന്നെയാണ് സിദ്രയും. നല്ല സാലറിയും ഫെസിലിറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റലാണ് സിദ്ര. അതുപോലെ തന്നെ പല വേക്കൻസീസും ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഫാർമസിസ്റ്റിൻ്റെ വേക്കൻസി ഇവിടെ ഒരു പ്രൈവറ്റ് ക്ലിനിക്കിലേക്ക് ഒരു മാൻ പവർ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ഇന്ന് പബ്ലിഷ് ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഏത് ക്ലിനിക്കിലേക്കാണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ QCHP ലൈസൻസ് എടുക്കാനുള്ള എലിജിബിലിറ്റി, അതായത് ബാച്ചിലർ ഡിഗ്രി ഇൻ ഫാർമസി പ്ലസ് 3 years എക്സ്പീരിയൻസ് പ്ലസ് QCHP ഡാറ്റ ഫ്ലോ ഒക്കെ കഴിഞ്ഞ് QCHP എടുക്കാൻ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ അത് ഇൻഷുറൻസിൻ്റെ പ്രോസസ്സിങ്ങിനൊക്കെ അവർക്കൊരു നോളജ് ഉണ്ടായിരിക്കണം. പിന്നെ അറബിക് സ്പീക്കിംഗ് സ്കില്ലും ഫാർമസിസ്റ്റിൻ്റെ വേക്കൻസിക്ക് അവർ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഖത്തറിൽ ജോലി അന്വേഷിക്കുന്ന ഫാർമസിസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ എൻ്റെ വീഡിയോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം കേട്ടോ. പിന്നെ ഞാൻ കണ്ടത് പേൾ ഇൻ്റർനാഷണൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു പുതിയ ഹോസ്പിറ്റൽ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അവിടേക്ക് റിസപ്ഷനിസ്റ്റിൻ്റെ വേക്കൻസിയാണ്. അതായത് പേഷ്യൻ്റ് കെയറിൽ എക്സ്പീരിയൻസ് ഉള്ള റിസപ്ഷനിസ്റ്റിൻ്റെ വേക്കൻസി അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം അവരതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒക്കെ ചോദിക്കുന്നത് ഇത് തന്നെ, പേഷ്യൻ്റ് കെയറിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, നല്ല അടിപൊളി കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ ഉണ്ടായിരിക്കണം. അപ്പം റിസപ്ഷനിലൊക്കെ അവർ ബൈലിംഗിലായിരിക്കും മിക്കവാറും പ്രിഫർ ചെയ്യുക, ഇംഗ്ലീഷും അറബിക്കും ഒക്കെ. അറബിക്ക് ബേസിക് കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ അവർ അതിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ അത് അവരുടെ റിക്വയർമെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഇതിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പിന്നെ എത്രയും പെട്ടെന്ന്
അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഈ ജോലികളൊക്കെ അന്വേഷിക്കുന്ന കൂട്ടുകാരൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ എൻ്റെ വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അവരോടൊക്കെ അപ്ലൈ ചെയ്യാൻ പറയുക കേട്ടോ. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ പറയണം കേട്ടോ. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.